ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ എത്നിക് വെയർ കളക്ഷൻ, അതിൽ 2 പീസ് 3 പീസ് അങ്ങനെ മിക്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം സെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ സെയിലൊന്നും വലിയ കാര്യമായിട്ട് കാണാനില്ല. പക്ഷെ എന്നാലും റേറ്റ് കുറവുണ്ട് ആമസോണിൽ. അത് എല്ലാ മാസവും ഉള്ളത് തന്നെയാണ്. പിന്നെ ഡിസ്കൗണ്ട് എപ്പോഴും നമ്മൾ നോക്കിയിരിക്കുന്നത്, നമ്മൾ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് എപ്പോഴും ഡിസ്കൗണ്ട് കുറഞ്ഞോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞപ്പോൾ മേടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 3 പീസിൻ്റെ ഒരു സെറ്റാണ്. ഒലീവ് ഗ്രീൻ കളർ, ഒലീവ് ഗ്രീൻ, യെല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ടോട്ടലി ഫുൾ ഒരു പ്രിൻ്റാണ്. പ്രിൻറ്റ് തുണിയോട് കൂടിയിട്ടായതുകൊണ്ട് അങ്ങനെ വാഷ് ചെയ്താൽ കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ സ്ട്രെയിറ്റ് ഫിറ്റാണ് ഇത്. പിന്നെ സൈഡ് കട്ട് ഉണ്ട്. 3/4 ആണ് സ്ലീവിന്. ഫുൾ ഓവറോൾ പ്രിൻറ്റ്, വേറെ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളില്ല. ഇനി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ്. പക്ഷേ ഇത് റയോൺ ഒന്നല്ല കേട്ടോ. ഇത് ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. കുറച്ചുകൂടിയും അടുത്ത ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഇത് റയോൺ എന്നാണ് പറയുന്നത്. പക്ഷേ റയോൺ അല്ല, പോളിസ്റ്ററാണ് നമുക്ക് കിട്ടുമ്പോൾ കയ്യിൽ കിട്ടുന്നത്. പിന്നെ പാൻറ്റ് വരുന്നുണ്ട്. പാൻറ്റ് പ്ലെയിൻ ആണ്, 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. പാൻറ്റ് നല്ല മെറ്റീരിയലാണ് കേട്ടോ. മീൻസ് പോളിസ്റ്റർ അല്ല, ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ട നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട്. സെയിം മെറ്റീരിയൽ തന്നെയാണ് ടോപ്പിൻ്റെ ദുപ്പട്ടയിലും മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതിൽ കളർ ഷെയ്ഡ്സ് ഇല്ല, ഒരു കളറാണ് കണ്ടിട്ടുള്ളൂ. പിന്നെ റേറ്റും നമുക്കൊരു 699 കിട്ടിയത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ആ ഒരു റേഞ്ചിന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ട്. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ് കേട്ടോ, ലാർജ്. പിന്നെ ഈ ചൂട്ടത്ത് ഈ ഒരു മെറ്റീരിയൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇട്ടിട്ട് നടന്നിക്കണില്ല. ജസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് ചൂട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് പറയണത്. അതുപോലെ ലൈനിങ് ഒന്നുമില്ല. ലൈനിങ് വരുന്നത് ഓൺലി ഈ ഒരു പോർഷനിൽ മാത്രം കേട്ടോ. ബാക്കി ഓവറോൾ ലൈനിങ് ഇല്ല. പിന്നെ എന്താ പറയുക, ട്രാൻസ്പെറൻറ്റും അല്ല. അപ്പോൾ ബാംസി ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷൻ, ഗോസ്രിക്ക് ബ്രാൻഡിട്ട് ഇത്രയും നല്ല കളക്ഷൻസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഈ പ്രാവശ്യം അവർ കുറേ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തുണിയുടെ കാര്യത്തിൽ തന്നെയല്ല, ഇപ്പം ടാഗ് ആയാലും ഇപ്പോൾ പാൻറ്റിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ ടാഗൊക്കെ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം മേടിക്കുന്ന ചെറിയ മാറ്റങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട്. ആദ്യത്തെ ഗോസറിക്ക് ബ്രാൻഡ് അല്ല ഇപ്പോഴത്തെ ഗോസറിക്ക് ബ്രാൻഡ്. എന്തായാലും ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 പീസിൻ്റെ ഒരു സെറ്റാണ്. 799 ഞാൻ മേടിച്ചത്. സെയിലില്ലാത്ത സമയത്ത് കേട്ടോ. സെയിലുള്ള സമയത്ത് ചിലപ്പോൾ 100 രൂപ 150 രൂപയൊക്കെ കുറച്ച് കിട്ടാറുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണുമ്പോൾ നല്ലൊരു അടിപൊളി കളർ, ഒരു കോൺട്രാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ടോപ്പ് വരുന്നത് സ്ട്രെയിറ്റ് ഫിറ്റാണ്, സൈഡ് കട്ട് ഉണ്ട്. പിന്നെ യോക്കിൽ ഒറിജിനൽ മിററും എംബ്രോയ്ഡറിയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടിയും അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ, സെൽഫ് എംബോസ് ഡിസൈൻ. അതുപോലെ തന്നെ ഇതൊക്കെ ഫുൾ എംബ്രോയ്ഡറി ഒറിജിനലാണ്, മിറർ വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ടോട്ടലി ഈ ഒരു മെറ്റീരിയൽ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ് കേട്ടോ. പ്യുവർ സിൽക്ക് അല്ല, പ്യുവർ സിൽക്കൊന്നും ഈ റേറ്റിന് കിട്ടില്ല. അപ്പോൾ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ പാൻറ്റ് ആ മെറ്റീരിയൽ അല്ല, സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു സെൽഫ് ഡിസൈൻ വന്നിട്ടില്ല. പിന്നെ പോക്കറ്റ് കൊടുക്കാറുണ്ട് 1 സൈഡ്. ഉണ്ട് 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ബാന്തിനിയുടെ പ്രിൻറ്റിൽ വയലറ്റ് ഷെയ്ഡിൽ, പിന്നെ സൈഡിൽ ഇങ്ങനെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനും മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല കോട്ടൺ. നമുക്ക് അൽക്കി കഴിഞ്ഞാൽ ഒന്നുകൂടിയും സോഫ്റ്റ് ആവുന്ന ഒരു മെറ്റീരിയലില്ലേ, സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ഓവറോൾ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല. ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പെഗറ്റി ഇടേണ്ടി വരും. സീ ത്രൂ ആണ്. സൈസൊക്കെ കറക്റ്റാണ് കേട്ടോ. മറ്റേ നേരത്തെ ഇട്ട ഓരോരോ ഗോസറിക്കിൽ തന്നെ ഓരോരോ പാറ്റേണിൽ ചിലത് ലൂസ് കിട്ടാറുണ്ട്, ചിലത് കറക്റ്റ് സൈസിന് കിട്ടാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും കറക്റ്റ് സൈസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്യാറുള്ള ലാർജ് സൈസ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇത് ഹൈലി റെക്കമെൻഡാണ്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ്സിൽ പിടിച്ചോ 2 പീസിൻ്റെ അടിപൊളി കളക്ഷൻ കേട്ടോ. അപ്പോൾ കളർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, ഞാൻ അങ്ങനെ ബ്രൗൺ ഷെയ്ഡൊക്കെ പിക്ക് ചെയ്യൽ ഇത്തിരി കുറവാണ്. കൂടുതൽ ഈ മെറൂൺ, റെഡ്, ഗ്രീൻ ഒന്നും മാറ്റി പിടിച്ച് നോക്കിയതാണ്. പക്ഷെ എന്നാൽ ഇതിൽ കളർ ചേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലും ഉണ്ട് റെഡ്, മെറൂൺ, ഗ്രീൻ, പിങ്ക്, അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രൗൺ ഒന്ന് ഇട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയേണ്ട. അപ്പോൾ ഇതിൻ്റെ ഇട്ടതിൻ്റെ ഒരു കമൻറ്റ് നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ട്
ചെയ്തിട്ടില്ല. പിന്നെ പോക്കറ്റും ഇല്ല ടോപ്പിൽ, ഇങ്ങനെ സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് ഇത് വരുന്നത്. പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു കട്ട്. ഓവറോൾ ഈ കാണുന്നത് തന്നെയാണ്, ഇതിന് പ്രത്യേകിച്ച് പ്രിൻറ്റോ വർക്കോ ഒന്നുമില്ല. പിന്നെ 2 പീസാണ്, വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പാൻറ്റിന്. പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അടിപൊളി ഒരു പീസാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് ഒരു പൊടിക്ക് ലൂസ് ഉണ്ട്, അതൊന്നും ഓൾട്രേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ നിൽക്കണ കാരണം വലിയ ഇത് കാണിക്കണില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതിട്ടോ. ബാക്കി ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കും ഫ്രണ്ടും ഒക്കെ കണ്ടോക്കെ. ഓവറോൾ ഇതൊക്കെ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ലാർജാണ് ഇട്ടിരിക്കുന്നത്. ലാർജ് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമായി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ, അത് കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ അന്യ ഡിസൈനറാണ്. അന്യ ഡിസൈനർ എന്ന് പറയണത് ഗോസ്രിക്ക് ബ്രാൻഡ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് മേടിക്കുന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ മേടിച്ചപ്പെട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗോസ്രിക്ക്, അല്ലെങ്കിൽ അന്യ ഡിസൈനർ, ഇൻഡോറ ബ്രാൻഡ്. അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് മേടിക്കുന്നത് വില കുറവും അതുപോലെ തന്നെ ക്വാളിറ്റിയും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻസ് ആയതുകൊണ്ടാണ് ഈ റിപ്പീറ്റ് മേടിക്കുക. അല്ലാത്തത് ആമസോണിൽ റേറ്റ് കൂടിയിട്ടുള്ള കുറേ നല്ല ഹൈ ക്വാളിറ്റിയിലും നല്ല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ 1500, 2000, 3000 ആ റേഞ്ചൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒതുങ്ങാവുന്ന കളക്ഷൻസ് അല്ലേ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു 3 പീസിൻ്റെ ഒരു കളക്ഷൻ കേട്ടോ. ഇത് വരുന്നത് റയോൺ മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയൽ 3 പീസിൻ്റെ കളക്ഷൻ. ഈ കാണുന്നത് ബ്രൗൺ ഷെയ്ഡ്. ഇപ്പം എന്താവോ ഈ ഒരു ഷെയ്ഡിനോട് കുറച്ച് ബ്രൗൺ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്ട്രെയിറ്റ് ഫിറ്റാണ് ഇത് വരുന്നത്. അതിൽ പ്രിൻ്റാണ് കേട്ടോ, വലിയ പൂക്കൾ കാണുന്നത്. 3/4 ആണ് സ്ലീവിലും പ്രിൻറ്റ് വരുന്നുണ്ട്. പിന്നെ വൺ സൈഡ് പോക്കറ്റ് പാൻറ്റിന് കൊടുത്തിട്ടുണ്ട്. പാൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ അതിൽ പ്രിൻറ്റ് വരുന്നില്ല, അത് പ്ലെയിൻ ആണ് വരുന്നത്. പിന്നെ വരുന്ന ദുപ്പട്ടയ്ക്ക് ലെങ്ത്ത് വിഡ്ത്തൊക്കെ ഉണ്ട്. ഈ ഒരു സെയിം റയോൺ മെറ്റീരിയലാണ് പറയണത്, പക്ഷേ റയോൺ അല്ല കേട്ടോ, ഇതൊരു പോളിസ്റ്റർ മിക്സ് ആണ് ഇത് വരുന്നത് കേട്ടോ. റയോൺ എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി റയോൺ എന്നൊക്കെ പറയുമ്പോൾ തോടുമ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതൊരു ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ആ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ലുക്ക് വൈസ് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കിപ്പോൾ മേടിച്ചാലും നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് സൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാതും ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചൂട് കാലത്ത് എവിടെ പുറത്തേക്ക് പോകണം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പർച്ചേസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു 3 പീസിൻ്റെ കളക്ഷൻ, ലാർജ് സൈസ്, സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഒത്തിട്ടുള്ള ഒരു 700 റേഞ്ചിന് നമുക്ക് ഈ ഒരു കളക്ഷൻ കിട്ടും കേട്ടോ. എനിക്കിഷ്ടമായി കേട്ടോ ഈ ഒരു ഓംബ്രേ സ്റ്റൈൽ. എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഓംബ്രേ. അതിപ്പോൾ നമ്മുടെ നെയിലായിട്ട് ചെയ്യായാലും, നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും, എന്തിനായാലും ഇപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിലായാലും നമ്മളൊരു ഓംബ്രേ സ്റ്റൈൽ ട്രൈ ചെയ്യാറുണ്ടല്ലേ. ഏതൊരു പെണ്ണായാലും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഫി ബ്രൗണും അതുപോലെ ബേജ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു എത്നിക് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുമോ. നമുക്കൊരു വെസ്റ്റേൺ സ്റ്റൈലായാലും എത്നിക് ആയാലും പാർട്ടി വെയർ ആയാലും ഏതിലും പെർഫെക്റ്റ് ആയിട്ട് നിന്ന് പോകുന്ന ഒരു 2 പീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ നല്ലൊരു ഓംബ്രേ സ്റ്റൈൽ, 2 ഷെയ്ഡ് ഉണ്ട്. ഈ ഷെയ്ഡ് അടിപൊളിയാണ്. പിന്നെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ ഈ ഒരു സൈഡിൽ, വൺ സൈഡിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല പ്രിറ്റി ഹാൻഡ് വർക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ വേറെ ഒരു വർക്കില്ല. ഈ ഒരു കളർ ഷെയ്ഡും ഈ ഒരു ചെറിയൊരു വർക്ക് ഇതാ മതി ധാരാളം. കണ്ട സൂപ്പർ അല്ലേ ഇതിൻ്റെ ലുക്ക് വൈസ് കാണാനായിട്ട്. ഇത് വെച്ചാൽ ടോട്ടലി ഞാൻ പെർഫെക്റ്റ് എന്നുവെച്ചാൽ ഞാൻ പെർഫെക്റ്റ് എന്നല്ല, ഡ്രസ്സ് പെർഫെക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ഹൈലി റെക്കമെൻഡ് പീസാണ്. ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇത് പോയാൽ മിസ് ചെയ്തത് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ മേടിച്ചോ. എന്തായാലും എക്സാക്ട് പ്രൈസ് അറിയണമെങ്കിൽ ഇതാ ലിങ്കിൽ കയറി നോക്കിയാൽ മതി. ലാർജ് സൈസാണ് കേട്ടോ ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പറക്കണ കണ്ട എന്താണെന്നറിയോ, ലൈറ്റ് വെയിറ്റ്. അതും കോട്ടനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല പറക്കും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 പീസിൻ്റെ മീര ഫാബ് ബ്രാൻഡിൻ്റെ ആണ്. അതുപോലെ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. സാധാരണ ചൂട് സമയത്ത് നമ്മൾ പറയും കോട്ടൺ ഉപയോഗിക്കണം, കോട്ടൺ ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കണം. പക്ഷേ ബ്ലാക്ക് കാണുമ്പോൾ എങ്ങനെ എടുക്കാണ്ടിരിക്കാൻ പറ്റുക. എന്നാൽ ഇതിൽ കളേഴ്സും ഉണ്ട് കേട്ടോ. ഉള്ള കളേഴ്സൊക്കെ ഡാർക്ക് ഷെയ്ഡ്സാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് പിക്ക് ചെയ്തു. ബ്ലാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളർ കൂടിയാണ്. ബ്ലാക്ക് മെറൂൺ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പറയേ വേണ്ട. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വീനെക്ക് സ്റ്റൈലിലാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. പാറ്റേൺ അങ്ങനെ തോന്നിക്കൊള്ളും. ചെറുതായിട്ടൊരു ഇവിടെ കട്ടിങ് മീൻസ് തുണി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീനക്കിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് യോക്ക് പോർഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡ് കട്ടാണ് ഇതിന് മെയിൻ വരുന്നത്. പിന്നത്തെ മെയിൻ എന്ന് പറയുന്നത് ഈ സൈഡ് കട്ട് ആയാലും സ്ലിറ്റിൻ്റെ ആ പോർഷനിൽ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ. ഇതൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള
സെപ്പറേറ്റ് തുണി വെച്ച് തയ്പ്പിച്ചിട്ടുള്ളതാണ്, ഒന്നും പ്രിൻ്റ് അല്ല കേട്ടോ. പിന്നെ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പാൻറ്റ് വരുന്നുണ്ട്, പാൻറ്റിൽ പോക്കറ്റ് ഇല്ല, പാൻറ്റ് ഒരു സെമി പലാസോ, അതിൻ്റെ അടിയിലും ഇതുപോലെ പാച്ചിൻ്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു ദുപ്പട്ടയുടെ പ്രിൻ്റാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായിട്ടുള്ളത്. കണ്ടോ, ശരിക്കും ഇതിങ്ങനെ 2 പീസായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ പാൻറ് ആൻഡ് ടോപ്പ് ഇടുമ്പോൾ ഭംഗിയില്ല. ഇതിൻ്റെ കൂടെ ഈ ഒരു കോൺട്രാസ്റ്റ്, ഈ ഒരു ദുപ്പട്ട, അതേ പോണു ദുപ്പട്ട ഉടുക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടെ ആ ഒരു ദുപ്പട്ടയും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. എന്നാൽ കോൺട്രാസ്റ്റിൽ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ലിങ്ക് കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. റേറ്റ് ഞാൻ മേടിച്ച റേറ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ ലിങ്ക് കയറി നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ലാർജ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. മീറ ഫാബ് ബ്രാൻഡിൻ്റെ ടോട്ടലി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ കളക്ഷൻസ് ലിങ്ക് വേണമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ലിങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അല്ലാതെ ഒരു ഒറ്റ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാ വേണമെന്ന് വെച്ചാൽ അതിൽ വിത്ത് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിയണമെങ്കിൽ ഇതിൽ കുത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ലേ, ഈ ഒരു പാറ്റേണിൽ തന്നെ വേറെ ഏതെങ്കിലും മോഡൽസ് വേണമെന്ന് വെച്ചാൽ സജഷനായിട്ട് നമുക്കിപ്പോൾ ഇത് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിക്ചറാണല്ലോ കാണിക്കുക, ഈ ഒരു സജഷൻ ലിങ്ക് ആണല്ലോ കാണിക്കുക, അതിൻ്റെ താഴെ ഇങ്ങനെ സജഷനിൽ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ പിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.